ലാലേട്ടൻ്റെ തുടരും സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ പൂർത്തിയായത് നമ്മൾ അറിഞ്ഞതാണല്ലോ. ഇപ്പോൾ സിനിമയുടെ ഡബ്ബിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന ലാലേട്ടൻ്റെ ഫോട്ടോസ് ഇപ്പോൾ തരുൺ മൂർത്തി ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ്റെ അടുത്തൊരു ഫീൽ ഗുഡ് ചിത്രമായിട്ട് വരുന്ന തുടരും സിനിമ അടുത്ത വർഷം ജനുവരി 23-നോ ജനുവരി അവസാനമോ തിയേറ്റർ റിലീസ് ചെയ്യുമെന്നാണ് പറയുന്നത്. എമ്പുരാൻ സിനിമയുടെ മുംബൈ ഷെഡ്യൂൾ തുടങ്ങിയിരിക്കുകയാണ്. പൃഥ്വിരാജ് ഇത് സംബന്ധിച്ചുള്ള ഒരു ലൊക്കേഷൻ സ്റ്റില്ല് തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഡിസംബറിൽ എമ്പുരാൻ സിനിമയുടെ മുഴുവൻ ചിത്രീകരണം കംപ്ലീറ്റ് ആയതുകൊണ്ട് 2025 മാർച്ച് 27-നായിരിക്കും സിനിമ വേൾഡ് വൈഡ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുക. ബറോസ് സിനിമയുടെ ഒരു കാരിക്കേച്ചർ ആർട്ട് വർക്കുമായി നിൽക്കുന്ന ലാലേട്ടൻ്റെ പിക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി പുറത്തു വന്നിട്ടുണ്ട്. ശ്രീജേഷ് കെ ദാമോദരനാണ് ഈ ഒരു ആർട്ട് വർക്കിൻ്റെ പിന്നിൽ. എന്തായാലും പറയാതിരിക്കാൻ വയ്യ, ഒരു ഗംഭീര ആർട്ട് വർക്ക് തന്നെയാണിത്. ഡയറക്ടറായിട്ട് നിൽക്കുന്ന ലാലേട്ടനെയും ബറോസ് എന്ന ലാലേട്ടൻ്റെ ക്യാരക്ടറും അതുപോലെ സിനിമയിലെ ആ ഒരു പെൺകുട്ടിയുടെ കഥാപാത്രവും വളരെ മനോഹരമായിട്ട് ഈ ഒരു ആർട്ടിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ബറോസ് സിനിമയുടെ ഭാഗത്തുനിന്ന് ഒരു ഗംഭീര അപ്ഡേറ്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ബറോസ് സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസിന് ഒരുങ്ങുകയാണ്. ഇന്നാണ് ഈ ഒരു ട്രെയിലറിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്നത്. കങ്കുവ സിനിമയോടൊപ്പം ബറോസിൻ്റെ 3D ട്രെയിലർ റിലീസ് ചെയ്യാനുള്ള പ്ലാനിങ്ങിൽ തന്നെയായിരിക്കും നിലവിലെ സിനിമയുടെ അണിയറ പ്രവർത്തകർ. ബറോസ് സിനിമയുടെ റിലീസ് ഡേറ്റും ഈ ഒരു ട്രെയിലറിൽ അറ്റാച്ച് ചെയ്യാനാണ് സാധ്യത. ബറോസ് സിനിമയുടെ ക്രിസ്മസ് റിലീസിലും മാറ്റമില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സിനിമ ഡിസംബർ 25-ന് തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും. ബറോസ് സിനിമ ഇന്ത്യൻ ഭാഷകളിൽ റിലീസ് ചെയ്തതിന് ശേഷം സിനിമയുടെ റെസ്പോൺസ് പോലെ ആയിരിക്കും മറ്റ് വിദേശ ലാംഗ്വേജുകളിൽ സിനിമ റിലീസ് ചെയ്യുക എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാവുന്നത്. എന്തായാലും ബറോസ് സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ കാണാനായി നമുക്ക് കാത്തിരിക്കും. അതുപോലെ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.